പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ആദ്യം തന്നെ എൻ്റെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് തന്നെ മോൻക്കുള്ള പഴം വാട്ടാട്ടാ. അത് വാട്ടിയിട്ട് ഈ ഒരു ബോക്സിലാക്കിയിട്ട് കൊണ്ടുപോകാനാണ് പഴം വാട്ടുന്നത്. അപ്പോൾ ഇപ്പം വരികയാണ്. അപ്പോൾ ഉപ്പാനെ കാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ രാവിലെ ചായയോടെയും ചോറുന്നലൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കാണ് പോണത്, എയർപോർട്ടിലേക്ക് പോണത്. ഇപ്പം 4 മണിക്കാണ് അവിടെ ഇറങ്ങുക. അപ്പോൾ എല്ലാവരും റെഡിയായി നിന്നിട്ടുണ്ട്. അപ്പോൾ മോൻക്ക് ഈ ഡ്രസ്സാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു കട്ടിയുള്ള നല്ല തണുപ്പിനൊക്കെ സമയത്ത് മഴയൊക്കെ അല്ലേ, അപ്പോൾ അതിനൊക്കെ യാത്ര ചെയ്യണതൊക്കെ അല്ലേ, അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ഡ്രസ്സാണ്. എല്ലാവരും റെഡി ആവുന്നുണ്ട്. ഇവിടെ റെഡിയായി ഫോട്ടോ എടുക്കൽ പിന്നെ ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലോ. മോളും നാത്തൂനും ഒക്കെയാണത്. അപ്പോൾ അവർ മാറ്റില്ലെങ്കിൽ ഫോട്ടോ എടുക്കലൊക്കെ തുടങ്ങിയിരുന്നു. പിന്നെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. എത്ര നേരത്തെ ഒരുങ്ങാൻ നിന്നാലും ഒരു തിരക്ക് തന്നെ ആയിരിക്കും കേട്ടോ. വണ്ടി വന്ന സമയത്ത് എല്ലാവരും മാറ്റലൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇമ്മ അനിയത്തിയൊക്കെ വീണ്ടും മാറ്റൽ തന്നെയായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ട് വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. മോനതാ റെഡിയായിട്ട് എല്ലാവരും ഉണ്ട്. അപ്പം ഇനി പോവാൻ നിൽക്കണം കേട്ടോ. അന്ന് പിന്നെ വലിയൊരു ഭാഗ്യത്തിന് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. മഴയും കൂടി ഉണ്ടായതാണെങ്കിൽ പോകുമ്പോൾ ആകെ ഒരു ഇടങ്ങേറായിരുന്നു. അപ്പം അന്ന് അത്ര മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണ് എന്താ വണ്ടി പാട്ടാ? ഉമ്മമാൻ്റെ അടുത്ത് ഫോൺ വാങ്ങും. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഇവിടെ ഒരു സ്കൂളൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമുള്ളൊരു യൂണിഫോമൊക്കെ. അപ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ ഒപ്പം നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ പഴയ സ്കൂൾ കാലമൊക്കെ ഓർമ്മ വന്ന്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ്. അപ്പോൾ ഈ സ്കൂളിൽ എന്തോ ഒന്ന് പരിപാടി നടക്കുന്നുണ്ട്. പോലീസും ഒക്കെ നിൽക്കുന്നുണ്ട് അവിടെ. പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ വരിക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ബ്ലോക്കായിട്ടൊന്ന് നിന്നിട്ടോ വണ്ടി. അപ്പോൾ കുട്ടികളൊക്കെ തന്നെ ചോദിക്കും, എന്താ വീഡിയോ എടുക്കണം എന്നൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ മുഖമൊക്കെ പൊത്തി നിൽക്കണമൊക്കെ ഉണ്ട്, കാണണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ തന്നെ എന്തോ ഒരു പരിപാടി അവിടെ ആരോ വരണം, എന്താ ഗസ്റ്റ് ആരോ വരണം എന്തുകൊണ്ട് തോന്നുന്നു. പോലീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് അപ്പുറത്ത് വലിയ പോലീസ് വണ്ടിയോ ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അപ്പുറം ഇപ്പുറം ഒക്കെ കുട്ടികളുണ്ട്. ഇത് ഏതാ സ്കൂളിൽ നിന്നൊന്നും എനിക്കറിയില്ല. പുത്തൻതാണിക്ക് എത്തുന്നതിൻ്റെ മുന്നേയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഹൈവേയിലേക്ക് കയറി. നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ച സമയത്തിനൊന്നും അവിടെ എത്തിയില്ല. 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി, 4 മണിക്ക് ഇറങ്ങിയാൽ 4:30 ആവും പുറത്തിറങ്ങാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പോയതായിരുന്നു. പക്ഷേ ഇപ്പം പുറത്ത് ഇറങ്ങിയെന്ന് അപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് എത്തിയത്. ഇറങ്ങി ഇങ്ങനെ വരുന്നത്, പക്ഷേ ഇറങ്ങണ ഇതൊന്നും അപ്പോൾ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്തെത്തിയത് നമ്മളെ വിമാനം ലാൻഡ് ചെയ്യണ ആ സ്ഥലമായിട്ട്. ഇവിടെ എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇവിടെയാണ് വിമാനം വന്ന് ലാൻഡ് ചെയ്യൽ. അങ്ങനെ ഇപ്പം മുന്നിലാണ് പോണത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് കിട്ടിയത് ഞങ്ങൾക്ക്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഫുഡ് കഴിക്കാനൊക്കെ കയറി. വൈകുന്നേരമായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഇനി ഒന്നും ആക്കണ്ട ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ കയറിയതാണ്. തിരിച്ച് വരുമ്പോൾ പുത്തൻതാണിക്കല്ല കേട്ടോ ഫുഡ് കഴിക്കാനൊക്കെ കയറിയത്. നല്ല അൽഫാമൊക്കെയാണ് കഴിച്ചത്. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ഫുഡ് കൊടുന്ന് വെച്ചപ്പോൾ പിന്നെ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ വേഗം കഴിക്കാൻ നിന്ന്. പിന്നെ രാത്രി നമ്മളെ മെയിൻ പരിപാടി പെട്ടി പൊളിക്കൽ, ലീക്കാക്കൽ, അതൊക്കെ അല്ലേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ മോനൊക്കെ കിടന്നിട്ട് ഇങ്ങനെ ഇതാവുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടിയൊക്കെ പൊളിക്കണം. അപ്പോൾ ആങ്ങളുടെ മോനക്ക് പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് ഓനാണ് പൊളിക്കണത് കത്തിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ മേടിക്കുകയാണ് എൻ്റെ കൈമ തട്ടുന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം. പിന്നെ പെട്ടി പൊളിക്കലൊന്നും കൂടുതലായിട്ടൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കാരണം വീഡിയോ മാത്രം എടുക്കാൻ നിന്നാൽ ലീക്കാവുന്നത് അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അവസാനം എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ മോന് പെട്ടിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് മറിയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അവിടുത്തെ ഇപ്പോൾ സീസണാണല്ലോ പച്ച ഈത്തപ്പഴം. ഒരു ഭാഗം പഴുത്തത്, ഒരു ഭാഗം പച്ചയായിട്ടുള്ളത്.